ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ വീട്ടിൽ ഇന്ന് കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്. വെറൈറ്റി വെജിറ്റബിൾസ് ഒന്നും അല്ല, നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പം അതൊക്കെ ഇന്ന് കാണിച്ചു തരാം. സോ ഗൈസ്, ദേ വഴുതനങ്ങ ഉണ്ടോ, വയലറ്റ് കളറിലെ നല്ല നീളമുള്ള ബ്രിഞ്ചോളാണ്. അപ്പം ഇത് 1 2 3 4 ഇതാ, ഇത് ചെറുതായിട്ട് അഴുക്കായി തുടങ്ങിയിട്ടുണ്ട്. ദേ അപ്പം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതാ കണ്ടോ, ഇതായില്ല. അപ്പോൾ ഇതായിട്ടില്ല, അതവിടെ നിൽക്കട്ടെ. ഓക്കെ, അങ്ങനെ ഇതാ 3 എണ്ണം കിട്ടി. ഇനി അപ്പുറത്തെ സൈഡിലും ഉണ്ട്, അതുകൂടെ എടുക്കാം. അപ്പം എന്താ ഇവിടെ ഉണ്ട്, അത് ഇച്ചിരിയും കൂടെ വലുതാണ്. ഏതാകുമ്പോ ബാക്കിലും ഗ്രീൻ കളറിലെ ബ്രിഞ്ചോൾ, ഇതും ഇതാ ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്. കണ്ട, ഇലയൊന്നും ഇല്ല ഇതിന്. ഉണ്ട് കേട്ടോ, അവിടെ 2-3 ഇല മാത്രമേ ഉള്ളൂ. ഇത് പോവാറായി. ഇനി ബാക്കിയുള്ള ലാസ്റ്റ് 2 എണ്ണം ആണെന്ന് തോന്നുന്നു. ഇത് ഓക്കെ. ഇതാ ഗൈസ്, ഇത് ടൊമാറ്റോ, തക്കാളി. പക്ഷേ ഇത് ആയി വരുന്നതേ ഉള്ളൂ. അവിടെ ഇവിടെയൊക്കെ പൂവായി വരുന്നുണ്ട്. ഇതാ കണ്ടോ, ഇത് ഇവിടെയുണ്ട്. കണ്ടോ, ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് തക്കാളിയുടെ ഒരു സെക്ഷനാണ്. ഇനി എന്താ ഈ കാണുന്നത്, ഇതിനെന്താ അമ്മ പറയുന്നത്? ഈ ചീര, ഇതെന്ത് ചീരയാ? സുന്ദരി ചീര ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഇത് ഇലയൊക്കെ പുഴുവായി. നല്ല ഭംഗിയുണ്ട്, ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ചീര. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. സുന്ദരി ചീരയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും കൊള്ളാം. ഈയിടെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഇതവിടെ ഇരിക്കുന്നതുണ്ട്. ഓക്കെ, ഇതാ ഇവിടെ ഒരു ടൊമാറ്റോ. പക്ഷെ ഇത് ഫോക്കസ് ആവുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. കണ്ട, മഴ പെയ്തിട്ട് ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ, വെള്ളത്തുള്ളി ഇട്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതുകൊണ്ട് ഇനി നെക്സ്റ്റ് വേറൊരു സൂത്രം കാണിച്ചു തരാം. ഇതെന്താ? നിത്യവഴുതന. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാകുമായിരിക്കും, ചിലർ കണ്ടിട്ടുണ്ടാകത്തില്ല. ഇതിങ്ങനെ ഇതൊരു പേരയാണ് ആക്ച്വലി. പേരയിലെല്ലാം ഇങ്ങനെ പടർന്ന് കിടക്കുക. കണ്ട. അപ്പോൾ ദാ ഇതിൽ കുമ്പളവും നിത്യവഴുതനയും എല്ലാം കൂടെ കയറി കിടന്ന എന്താ പേരനെ നശിപ്പിച്ച് വെച്ചേക്കുക. പേരയ്ക്ക അതുകൊണ്ട് ഇവിടെ ഉണങ്ങിയിരിക്കുക. കുമ്പളത്തിൻ്റെ പൂവ് കണ്ട. ഇതാണ് ഇതെന്തായിരുന്നു? നിത്യവഴുതനങ്ങ. ഇത് വഴുതനങ്ങയല്ല, പക്ഷേ അതിൻ്റെ പേരതല്ലേ. വഴുതനയുടെ വേറൊരു ടൈപ്പാണ്. അതെ, ഇതിങ്ങനെ ഇത് തോരൻ വെക്കാവോ? തോരനും മെഴുക്കുവരട്ടി ഒക്കെ വെക്കാം. ഇതിഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. അതെ, ഇതിഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഇടയ്ക്കിതാ, ഇതിൻ്റെ പൂവല്ലേ ഈ വയലറ്റ്? ഇത് നിത്യവഴുതനയുടെ പൂവാ. പിന്നെ ഇവിടെ ഒരു യെല്ലോ കളറിൽ കണ്ടോ, അത് ആക്ച്വലി മറ്റേ കുമ്പളത്തിൻ്റെ പൂവ്. അപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ കയറി കിടക്കുക. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നിപ്പുണ്ട്, ഇവിടെ എല്ലാം നിപ്പുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പയറിൻ്റെ ഒരു ടൈപ്പ്, അമരപ്പയറെന്ന് പറയും. ആ സംഭവമാണ് ഇതാ കാണിച്ചു തരാം. ഇത് ഇലയൊന്നും ഇല്ലാതെ അഴുക്കായി പോയി ആക്ച്വലി. ഇതാ കണ്ട, ഇലയൊന്നും ഇല്ലാതെ നിൽക്കുക. ഇതിൽ ഒരു ഇല പോലും ഇല്ല, എല്ലാം കൊഴിഞ്ഞു പോയി. അങ്ങനെ ഈ ലാസ്റ്റ് വന്ന സാധനം ഇത് പറിച്ചെടുക്കാം. ഓക്കെ, അതിൻ്റെ ആ ചെടിയാണ് ഈ നിൽക്കുന്നത്. കണ്ട, ഇതാണ് ആ ചെടി. ഇത് നമ്മുടെ നോർമൽ പയർ. പക്ഷെ ഇതായി വരുന്നതേ ഉള്ളൂ, വള്ളി ഇങ്ങനെ പടർത്തി വിടുന്നതേ ഉള്ളൂ. ഇവിടെ നിൽപ്പുണ്ട്. ഉറുമ്പാണ്. നമുക്ക് ആക്ച്വലി ഇത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം കുറച്ചൊക്കെ കിട്ടും, ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് അത്യാവശ്യത്തിനുള്ള വെജിറ്റബിൾസൊക്കെ കിട്ടും. അതാ കുമ്പളത്തിൻ്റെ കുഞ്ഞ്, ചെറിയ കുമ്പളമായി വരുന്നതേ ഉള്ളൂ. താഴെയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. കുമ്പളം നമ്മുടെ വെണ്ടയാണ്. ഇത് ഫോക്കസ് ആവുന്നില്ല. ഇത് കുഞ്ഞിതായിട്ട് കണ്ടോ, ചെറുതായിട്ടായി വരുന്നുണ്ട്. ഇത് ചെറിയ തൈയാണ്, കണ്ടോ. ഇതായി വരുന്നേ ഉള്ളൂ, മിക്കതും ഇപ്പോൾ ആയി വരുന്നതേ ഉള്ളൂ. എല്ലാം റീപ്ലാന്റ് ചെയ്തേക്കാണ്. ഗൈസ്, പയർ
ഇപ്പുറത്തെ സൈഡിൽ 3-4 എണ്ണം ആയി വരുന്നുണ്ട്. ഇതാ കണ്ട, ഇതാ ഇവിടെ ആയി വരുന്നുണ്ട്. ഇങ്ങനെ മേള് വരെ പടർന്ന് പോയിട്ടുണ്ട്. ഇതാ കണ്ട. അതാ ഇത് കുക്കുംബർ ആണെന്നാണ് തോന്നുന്നത്. ഒരു ഐഡിയ ഇല്ല എന്നാണ് അമ്മ പറഞ്ഞത്. ഐഡിയ ഇല്ലാതെ അമ്മ എന്തോ നട്ടു. അപ്പോൾ ഇതിന് വളർന്ന് വരുമ്പോൾ അറിയില്ല. ഇനി ഇതാ മുളക്. ഇത് താഴെ കുറേ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ ദിവസം എല്ലാം പറിച്ചെടുത്തത് കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. ഇതാ കണ്ട, വെള്ളക്കാന്താരി. ഇതാ നമുക്ക് ഇത്ര സാധനം നമുക്കിപ്പോൾ ഇത്ര കിട്ടിയിട്ടുണ്ടതാ. ഈ നിത്യവഴുതന തന്നെയുണ്ട് കുറേ. പിന്നെ നമ്മുടെ നോർമൽ വഴുതനങ്ങ, പിന്നെ വെള്ളക്കാന്താരി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങ് ഇടുക കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കും. ഇവിടെ ചുമന്ന കാന്താരി ഉണ്ട്. ഇതാ കുഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ഇത് സാധാ മുളകല്ലേ? ഇല്ല, തീർന്നു. എല്ലാം പോയി ഗൈസ്. ഇനി എല്ലാം റീപ്ലാന്റ് ചെയ്തെടുക്കണം. അതെ, അമ്മ പറഞ്ഞു. പിന്നെ ഇത് നമ്മളുടെ അലോവേര, കറ്റാർവാഴ. ഇതിഷ്ടം പോലെയുണ്ട്, ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഇതാണ് കല്ലുരുക്കി എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി കിഡ്നി സ്റ്റോണൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു ഔഷധ ഗുണമുള്ള ചെടിയാണ് കല്ലുരുക്കുക. നമ്മുടെ മെയിൻ സാധനം ഇത് വെജിറ്റബിൾ അല്ല. ഇതിഷ്ടം പോലെ നിൽപ്പുണ്ട്. എന്താ കണ്ട, ഒരുപാട് നിൽപ്പുണ്ട്. ഇത്രയും നമുക്കിവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് താഴോട്ട് പോവാം. ഇതിൻ്റെ അകത്ത് മീനുണ്ട് ഗൈസ്, പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഇതിനകത്ത് എവിടെയൊക്കെയോ ഉണ്ട്, കാണാൻ പറ്റുമോ? ഇതാണ് ഞാൻ പറഞ്ഞ കുമ്പളം. പക്ഷേ ഇത് കാണാൻ പറ്റുന്നില്ലതാ. ചെറുത് 2 എണ്ണം കണ്ട അകത്ത് നിൽപ്പുണ്ട്. അതായി വരുന്നതുള്ളൂ. 2 അല്ല 3 എണ്ണം നിൽപ്പുണ്ട്. ഇതാ കണ്ട, 3 എണ്ണം ഉണ്ട്. ബാക്കി ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ കുമ്പളവും ആയി. ഇനി വേറൊരു അടിപൊളി സൂത്രം കാണിച്ചു തരട്ടെ. ഇതാണ് ഇത്ര വലിയ കൊല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കൊല അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് ഇവനാണ്. കിട്ടുന്നില്ല. വലിയൊരു കൂമ്പ്. എന്തായാലും കൊള്ളാമല്ലേ? ഉണ്ടോ? വലിയ നീളമൊന്നുമില്ല, ചെറിയൊരു ഓമയാണ്. പക്ഷേ ഒത്തിരി ഉണ്ട്. ഇതാ ഓമയ്ക്ക ഒരുപാടുണ്ട്. കണ്ടോ, ചെറിയൊരു ഓമയാണ്. ഇതൊത്തിരി ദൂരെ കേട്ടോ. അതാ ഞാൻ ഇത്രയും സൂം ചെയ്ത് കാണിക്കുന്നത്. കണ്ടപ്പം നിങ്ങളിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ടൊമാറ്റോ ഉണ്ട്, തക്കാളി 1 എണ്ണം ഉള്ളൂ, അത് ശോഷിച്ച് നിൽക്കുക. പിന്നെ നിൽക്കുന്നത് പാവല. രാവിലെ നമ്മൾ ഒരു പാവയ്ക്ക മാത്രം കിട്ടി. അത് നമ്മൾ രാവിലെ പറിച്ചെടുത്തു. ബാക്കി ഇനിയും അതിലായി വരണം. എല്ലാം പോയി. ഇനി ആക്ച്വലി റീപ്ലാന്റ് ഉള്ളത് കോവയ്ക്കയാണ്. എല്ലാം നിൽപ്പുണ്ട്, പക്ഷേ കായില്ലെന്നേ ഉള്ളൂ. അതാ പപ്പായ ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇത്രയാണ് കിട്ടിയത്. ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ നട്ട് വളർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.